ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ തന്നെ ഒരു പാർട്ടിയെ തന്നെ പിളർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അതിന് ഡൽഹിയിൽ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. എവിടെ ഇരുന്നാലും മതി, കൃത്യമായ പദ്ധതിയും രാഷ്ട്രീയ ലക്ഷ്യവും ചാണക്യ തന്ത്രവും ഉണ്ടായാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. അതാണ് ആം ആദ്മിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ മോട്ടാബായി, അതായത് അമിത്ഷായുടെ ചാണക്യ തന്ത്രം ഒന്നുകൊണ്ട് മാത്രം. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പശ്ചിമ ബംഗാളിലായിരുന്നു. അമിത്ഷാ ക്യാമ്പ് ചെയ്തത് പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. അതായത് പശ്ചിമ ബംഗാളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മേൽനോട്ടങ്ങളും അമിത്ഷാ നേരിട്ട് വഹിക്കുന്നത്. ഡൽഹിയിൽ BJPയുടെ ഔദ്യോഗിക വസതിയിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും ചരടുവലി അങ്ങ് പശ്ചിമ ബംഗാളിൽ അമിത്ഷായുടെ കയ്യിലായിരുന്നു. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തരടക്കം 7 രാജ്യസഭാ MPമാരെ റാഞ്ചിയതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്ക് ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമാവുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മമതയെ ആശംസ അറിയിക്കാനാണ് കെജ്രിവാൾ ഫോൺ ചെയ്തത്. എന്നാൽ കെജ്രിവാളിന് ഒരു കാര്യം അറിയില്ലായിരുന്നു, BJP ഒരു സർജിക്കൽ സ്ട്രൈക്ക് BJPയുടെ വക കെജ്രിവാളിന്റെ പാർട്ടി ഓഫീസിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന്. മമതയെ വിളിച്ച് ആശംസയൊക്കെ അറിയിച്ചതിനു ശേഷം 7:30 കൂടിയാണ് ഈ 7 MPമാർ നേരെ BJPയുടെ ഓഫീസിലേക്ക് എത്തി അംഗത്വം സ്വീകരിച്ചത്. അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് മുൻ മുഖ്യമന്ത്രിയായ കെജ്രിവാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. ഡൽഹിയിൽ രാഷ്ട്രീയ കഴുനീക്കങ്ങൾ മുറുകുമ്പോഴും ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എതിരാളികളെ പോലും അമ്പരപ്പിച്ചു. പഞ്ചാബിൽ നിന്നും ആം ആദ്മിയുടെ മുഴുവൻ പേരും BJPയിൽ എത്താൻ നിൽക്കുകയാണ്. ഇതിലൂടെ പഞ്ചാബിൽ BJP തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പഞ്ചാബ്, ഗോവ, ഗുജറാത്ത്, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വച്ചുള്ള ദീർഘവീക്ഷണത്തോടെയാണ് ഈ അട്ടിമറി നടപ്പിലാക്കിയത്. 2027 ഫെബ്രുവരിയിൽ പഞ്ചാബ്, ഗോവ, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. തൊട്ടു പിന്നാലെ മെയ് മാസത്തിൽ ഉത്തർപ്രദേശിലും നവംബറിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വിധിയെഴുത്ത് നടക്കാനിരിക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആം ആദ്മിയുടെ സ്വാധീനം ഇല്ലാതാക്കുക എന്നതാണ് BJPയുടെ പ്രധാന ലക്ഷ്യം. ഓപ്പറേഷൻ താമരയിലൂടെ BJP ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമായും പഞ്ചാബാണ്. കഴിഞ്ഞ മാർച്ചിൽ പഞ്ചാബിലെ എല്ലാ സീറ്റുകളും മത്സരിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ MPമാരുടെ കൂടുമാറ്റം നടന്നിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ BJPക്ക് സ്വാധീനം കുറഞ്ഞ പഞ്ചാബിൽ ഭരണകക്ഷിയായ ആം ആദ്മിയെ പിളർത്തുക വഴി അധികാരം പിടിക്കാമെന്നും ഡൽഹിയിൽ പാർട്ടിയുടെ വേരറക്കാമെന്നും BJP കണക്ക് കൂട്ടുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള 6 രാജ്യസഭാ MPമാരാണ് BJPയിൽ ചേർന്നത്. ആം ആദ്മിയുടെ യുവമുഖമായിരുന്ന രാഘവ് ചന്ദയുടെ BJPയിലേക്കുള്ള പ്രവേശനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. രാഘവ് ചന്ദ, അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് തുടങ്ങിയവരെ മുൻനിർത്തി പോരാടാനാണ് BJP ഒരുങ്ങുന്നത്. ഇനി ആം ആദ്മിയെ 4ആയി പിളർന്നിരിക്കുകയാണ് അമിത്ഷായുടെ തന്ത്രവും BJPയും കൂടെ ചേർന്നിട്ട്. ഇനി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. രാജ്യ തലസ്ഥാനത്ത് നിന്നടക്കം ആം ആദ്മിയെ അടിച്ചു പുറത്താക്കിയത് BJPയാണ്, അവരുടെ ചിഹ്നമായ ചൂല് കൊണ്ട് തന്നെ. ആകെ അവർക്കൊരു കച്ചിത്തുരുമെന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബിലും ഇനി ആം ആദ്മിക്ക് നല്ല രീതിയിൽ കാലിടറും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം പഞ്ചാബിൽ ആം ആദ്മിയെ ഒരു ഉന്നതമായ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവിടെ ഭരിക്കാനുള്ള ഒരു അധികാരവും കസേരയും ട്രാക്കൊക്കെ വെച്ചു കൊടുത്തത് രാഘവ് ചന്ദയാണ്. ആ രാഘവ് ചന്ദയാണ് BJP പാളയത്തിലേക്ക് അമിത്ഷായും ഉൾപ്പെടെയുള്ള ടീമുകൾ കൊണ്ടുവന്നത്. ഇനി എങ്ങനെ വളർത്തിയ ഒരു പാർട്ടിയാണോ ആം ആദ്മി, ആ പാർട്ടിയെ തന്നെ രാഘവ് ചന്ദ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നു. അതായത് ഫുൾ അഴിമതിയാണ് എന്ന് രാഘവ് ചന്ദ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഇനി പഞ്ചാബിൽ BJPക്ക് വലിയ ജോലിയോ അല്ലെങ്കിൽ വലിയ ഇലക്ഷൻ വർക്കുകളോ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഇനി രാഘവ് ചന്ദ തന്നെ നേരിട്ട് പഞ്ചാബിൽ BJPക്ക് വേണ്ടിയുള്ള എല്ലാ കരുക്കളും, BJPയെ വിജയിക്കേണ്ട എല്ലാ തന്ത്രങ്ങളും അവർ തന്നെ പയറ്റിക്കോളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അവിടെ കളി കണ്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി, വലിയ പണികളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം.